Welcome to MalayalamPulse.in. നമസ്കാരം. മലയാളം പൾസ് വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമോ? ബാബ വാങ്ങയുടെ പ്രവചനം സത്യമാവുന്നുവെന്ന് സൈബർ ലോകം. ഇസ്രയേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം നടത്തുകയും ഇറാൻ തിരിച്ചാക്രമിക്കുകയും ചെയ്തതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധഭീതിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇതിനിടെ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ങയുടെ പ്രവചനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 2026-ൽ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ബാബ വാങ്ങ പ്രവചിച്ചിട്ടുണ്ട്. ഈ സൈനികാക്രമണങ്ങൾ അതിന്റെ തുടക്കമാണെന്ന് പലരും പറയുന്നു. കിഴക്കുനിന്ന് ആരംഭിക്കുന്ന സംഘർഷം മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വാങ്ങ പ്രവചിച്ചിരുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനിനെതിരെ ആക്രമണം നടത്തുമ്പോൾ വാങ്ങയുടെ പ്രവചനം കൂടുതൽ ചർച്ചയാകുകയാണ്. നിലവിലെ ആക്രമണങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുമെന്നും മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുമാണ് വാങ്ങ പ്രവചിച്ചത്. മറ്റു രാജ്യങ്ങൾ കൂടി ഈ ആക്രമണത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നതോടെ ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും പലരും കരുതുന്നു. ആരാണ് ബാബ വാങ്ങ? വാങ്കേലിയ പാണ്ഡേവ ഗുഷ്ടെരോവ എന്നാണ് ബാബ വാങ്ങയുടെ യഥാർത്ഥ പേര്. ജനുവരി 31-നാണ് ജനനം. ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത്. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബ വാങ്ങയുടെ അധികൃതർ ജയിലിലടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അമ്മയെയും നഷ്ടമായി. ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസിച്ചു. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമാണ് വാങ്ങ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവ് അടക്കം അവരെ കാണാനെത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1996-ലാണ് ബാബ വാങ്ങ അന്തരിച്ചത്. വാങ്ങയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പലർക്കും അത്ഭുതമായി. പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. Thank you.